വർഷങ്ങളുടെ പാരമ്പര്യം. കൊളംബോ കുടകൾ, മഴയെങ്കിൽ കൊളംബോ കുട. ജോൺസൺസ് ബേബി സോപ്പ്, സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച അരുത്. ഒന്നാമതെത്താൻ, ഉയരങ്ങളിലെത്താൻ. NCPT, the Global Fire and Safety Engineering Academy. പുതിയ ഹഗീസ് കെയർ ഇപ്പോൾ വെറും 15 രൂപയ്ക്ക്. ലൈഫ് ബൈ UDA മമ്മിയിൽ നിന്ന് രക്ഷിക്കൂ, ശ്രീലങ്കയിൽ കാണാൻ പോകും ഓഫർ. ജൂനിയർ ഹോർലിക്സ് ഇപ്പോൾ A to Z പോഷണം. ദിനവും നാച്ചുറൽ കണ്ടീഷണർ ചേർന്ന കൃഷ്ണ തുളസി ഹെർബൽ ഷാംപൂ. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ ഡോക്ടർ സാന്ദ്രയെ ഇന്നു മുതൽ അവതരിപ്പിക്കുന്നത് വേണ്ടത് എന്റെ കുഞ്ഞിന് മാന്യമായൊരു മേൽവിലാസമാണ്. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ എല്ലാ അവകാശങ്ങളുടെയും അധികാരങ്ങളുടെയും ഞാൻ അടുത്തുണ്ടാവണം. അതിനാവശ്യം ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടുന്ന താലിയാണ്. അങ്ങനെ ഒരു താലി നിന്റെ കഴുത്തിൽ വീഴണമെങ്കിൽ നീയും ഉണ്ണിയും തമ്മിലുള്ള ബന്ധം ഒഴിവാകണം, എത്രയും പെട്ടെന്ന്. അതിന് എന്നെ സഹായിക്കാൻ സുഭദ്ര തയ്യാറായാൽ അതിന്റെ പ്രത്യുപകാരമെന്ന നിലയിലുള്ള എന്ത് സഹായം ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് ഞാൻ ചെയ്യും. പക്ഷെ സാർ ചെയ്യുമെന്ന് പറയുന്ന സഹായം സാറിന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിന്റെ ഹൃദയം തകർക്കുന്നതാണെങ്കിലോ? അപ്പോഴും സാറിന് സുഭദ്രേച്ചിയുടെ വാക്ക് തന്നെയാണോ വലുത്? തീർച്ചയായും എനിക്ക് വലുത് എന്റെ കുഞ്ഞ്. ഉണ്ണിയും നീയും തമ്മിലുള്ള വിവാഹമോചനോ അത് ലഭിക്കാൻ ഏത് മാർഗവും ഞാൻ സ്വീകരിക്കും. എന്നെ തടയാൻ വെറുതെ അനുരാധ ശ്രമിക്കണ്ട. ഒരു ദുർബല നിമിഷത്തിൽ, അല്ലെങ്കിൽ എന്റെ ഭാഗ്യദോഷം കൊണ്ട് സംഭവിച്ചു പോയ ഒരു തെറ്റിന്റെ പേരിൽ സാറിപ്പ ചെയ്യുന്നത് എന്റെ കൂടപ്പറപ്പിന്റെ ജീവിതം നശിപ്പിക്കാന്നുള്ളതാ. അതിനെന്തായാലും ഞാൻ കൂട്ടുനിൽക്കില്ല. അഞ്ജലിക്കൊരു അപകടം വരുന്നത് എന്ത് സാറ് ചെയ്താലും അതിന്ന് അവളെ രക്ഷിക്കാൻ ഞാൻ ശ്രമിക്കും. നീ ശ്രമിച്ചു നോക്ക്. കേരളത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വക്കീലിനെ എനിക്കെതിരെ വാദിക്കാൻ കണ്ടുപിടിക്കേ. ആളെ അറിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ സഹായിക്കാം. പക്ഷേ അഞ്ജലിക്കെതിരെ ഞാൻ കൊടുക്കാൻ പോകുന്ന കേസിൽ നിന്ന് അവളെ രക്ഷിക്കാൻ ആർക്കും ആവില്ല. ഇല്ല, എനിക്കറിയാം. പക്ഷെ അഞ്ജലിയെ നോവിച്ചിട്ട് സാറ് നേടുന്ന വിജയം സാറിനും പ്രയോജനപ്പെടില്ല. ഉണ്ണിയേട്ടൻ ഇന്ന് വിവാഹമോചനം കിട്ടേണ്ടത് സാറിനല്ല, എനിക്കാ. ഞാനാണ് കക്ഷി. സാർ വക്കീലും, വക്കീൽ മാത്രം. കേസിൽ നിന്ന് പിന്മാറാൻ കക്ഷിക്ക് വക്കീലിന്റെ സഹായം ആവശ്യമില്ല. സാർ അഞ്ജലിയുടെ കേസ് വാദിച്ചാൽ വിവാഹമോചന കേസ് ഞാൻ പിൻവലിക്കും. പിന്നെ സുഭദ്രേച്ചി സഹായിച്ചാലും വിവാഹമോചനം കിട്ടില്ല. എനിക്ക് ആവശ്യമില്ലാത്തത് എന്റെ തലയെ കെട്ടിവെക്കാൻ ഒരു കോടതിക്ക് പറ്റില്ലല്ലോ.
നിയമം കുറച്ചൊക്കെ എനിക്കും അറിയാം. വെറുതെ സുഭദ്രേച്ചിയുടെ വാക്ക് കേട്ട് സാറിന്റെ കുഞ്ഞിനെ എന്നേക്കുമായി നഷ്ടപ്പെടുത്തരുത്. ഹലോ സുഭദ്രേ, ഞാനാ ഹരിനാരായണൻ. ആഹാ, എന്തായി ഞാൻ പറഞ്ഞ കാര്യം? അത് സുഭദ്രേ, എന്താ വക്കീലെ ഒരു പരിഭ്രമം പോലെ? കേസ് എന്നത്തേക്ക് പ്ലാൻ ചെയ്യാം? അത് സുഭദ്ര മറ്റാരെങ്കിലും നോക്കിക്കോളൂ. എനിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ വക്കീലെ? ഇത്രയും മിടുക്കനായ ഒരു വക്കീല് കൂടെ ഉള്ളപ്പോ ഞാനതിനെ വേറൊരാളെ നോക്കുന്നത്. അത് മാത്രമല്ല, ചെറിയ പ്രതിഫലമൊന്നും അല്ലല്ലോ ഞാൻ തരാന്ന് പറഞ്ഞത്. അതല്ല, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. ഞങ്ങൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഹരിനാരായണൻ കേസ് വാദിക്കണം. ഇനി അതിൽ യാതൊരു മാറ്റവും ഇല്ല. നിങ്ങൾക്ക് കേസ് ജയിച്ചാ പോരെ? അതിന് പറ്റിയ ആളെ ഞാൻ തരാം. വേണ്ട, നിങ്ങൾ തന്നെ വാദിച്ചാ മതി. പറ്റില്ലെന്ന് വക്കീൽ ഉറപ്പിച്ച് തീരുമാനിച്ചെങ്കിൽ പറയേ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഈ ജന്മം നിങ്ങൾക്ക് ഡൈവോഴ്സ് കിട്ടാൻ പോകുന്നില്ല. പറയുന്നത് സുഭദ്രയാ. അടുത്ത തിങ്കളാഴ്ച കേസ് അവധിക്ക് വെച്ചിട്ടുണ്ട്. ഉണ്ണിക്ക് വേണ്ടി വേറെ വക്കീൽ ഹാജരാവും. അതോടെ വക്കീലിന്റെ സ്വപ്നങ്ങളൊക്കെ തീരും. ഒന്നും പറയണ്ട. വെറുതെ സംസാരിച്ചു കളയാൻ എനിക്ക് സമയമില്ല. വക്കീലിന് അനുരാധയെ കല്യാണം കഴിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി അഞ്ജലിക്കെതിരെയുള്ള കേസ് വാദിച്ചേ പറ്റൂ. തീരുമാനം എടുത്തിട്ട് വിളിച്ചാ മതി. അപ്പൊ ശരി. ആരാ മോളെ? അഡ്വക്കേറ്റ് ഹരിനാരായണൻ. അയാൾക്ക് കേസ് വാദിക്കാൻ പറ്റില്ലെന്ന് അവള് പേടിപ്പിച്ചു കാണും. പക്ഷെ പേടിപ്പിക്കലൊക്കെ അവളുടെ കയ്യിലിരിക്കേ ഉള്ളൂ. വക്കീലിനെ കൊണ്ട് ഞാൻ കേസ് വാദിപ്പിക്കും. സുഭദ്രേ, ഞാൻ പറയുമ്പോ നീ ദേഷ്യപ്പെടരുത്. നമുക്ക് ഈ വഴക്കിന് പോണോ? ഓഹോ, അമ്മയ്ക്ക് എന്തോ ഒരു മനമാറ്റം. എന്റെ ആങ്ങളെ ചതിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ അനുരാധ. അവളെ അങ്ങനെ സമാധാനമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അനുരാധയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, അഞ്ജലിയുടെ കാര്യ. ആ കുട്ടി എന്തായാലും നമ്മുടെ കുടുംബത്തിലല്ലേ, അത് മറക്കാമോ? മറക്കുന്നില്ലല്ലോ. നമ്മുടെ കുട്ടിയെ അവൾ അവളുടെ മാത്രമായി കൊണ്ടു നടക്കുന്ന പറ്റില്ല എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. നമ്മുടെ കുഞ്ഞ് നമ്മുടെ വീട്ടിൽ വളരണം. അങ്ങനെയല്ലേ വേണ്ടത്? സുഭദ്രേ, അമ്മ വെറുതെ തർക്കിക്കാൻ നിക്കണ്ട. സുഭദ്ര ഒരു കാര്യം തീരുമാനിച്ച അത് നടക്കണം. ഒരു വെടിക്ക് രണ്ട് പക്ഷി വീഴുമെന്നിരിക്കെ കണ്ണും പൂട്ടി അവസരം കളയാൻ ഞാനില്ല. നമ്മളെ ചതിച്ചതിന് രണ്ടുപേരെ പാഠം പഠിപ്പിക്കും ഞാൻ. ഭാഗ്യമ്മ നേരിട്ട് കണ്ടാ മതി. അഞ്ജലി, ഇയാളെന്താ ഇവിടെ? ഞാൻ സാന്ദ്രേച്ചി കാണാൻ വന്നതാ. എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നെ? എന്തു പറ്റി? കാര്യം പറഞ്ഞേ, എന്താ പ്രശ്നം? മോളുടെ കാര്യം എല്ലാവരും അറിഞ്ഞു. എങ്ങനെ? അതെനിക്കറിയില്ല. ആകെ പ്രശ്നമായി. നീ വാ. എന്താ ചെയ്യ? ഇതിന്റെ ഗൗരവം നിനക്ക് അറിയാലോ അഞ്ജലി. ജീവിച്ചിരിക്കുന്ന ഒരു കുട്ടി മരിച്ചുപോയി എന്ന് പറയുക, എന്നിട്ട് ആരോ ഉപേക്ഷിച്ചതാന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അനാഥാലയത്തിലാക്കുക, ആശുപത്രി രേഖകളിലൊക്കെ മരണം രേഖപ്പെടുത്തുക, എന്ത് വലിയ പ്രശ്നമാണെന്ന് അറിയോ?
എന്റെ ജോലി പോവും. നീ ഞാൻ കേസിൽ